പാകിസ്ഥാൻ പൊതുതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻ ഖാന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാകിസ്ഥാനിൽ വിലക്ക് കൽപ്പിച്ചു എന്ന വാർത്ത വരുന്നു. അടിപറ്റി. പി ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. അപ്പോൾ ജെയിംസ്, ഇമ്രാൻ ഖാന്റെ കാര്യം പ്രശ്നമായോ? ഈ രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ അത്ര നല്ല കാലമല്ലെന്ന് തോന്നുന്നു. കാരണം അമേരിക്കയിലാണെങ്കിൽ ട്രംപിന് 2 സംസ്ഥാനങ്ങൾ വിലക്ക് കൽപ്പിച്ചിരിക്കുകയാണ്. സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് അവിടുത്തെ കോടതികളാണ് വിലക്ക് കൽപ്പിച്ചത്. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പാകിസ്ഥാനിൽ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ, ലോകത്തിലെ വളരെ പ്രശസ്തനായ ക്രിക്കറ്ററായിരുന്ന ഇമ്രാൻഖാൻ, ഒരുപക്ഷെ അവിടുത്തെ ഏറ്റവും ജനകീയ നേതാവ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇമ്രാൻഖാൻ ആവും പ്രധാനമന്ത്രി. അതറിയുന്നത് ഇപ്പോഴത്തെ ഭരണപക്ഷത്തിന് തന്നെയാണ്. അതുകൊണ്ട് ഭരണപക്ഷവും അവിടുത്തെ സൈന്യവും ചേർന്ന് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയിരിക്കുന്നുവെന്നാണ് ഇമ്രാൻഖാൻ പറയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തെ മത്സരിക്കൽ നിന്ന് വിലക്കിയിരിക്കുന്നു. ഇമ്രാൻഖാൻ ജയിലിലാണ്. അദ്ദേഹം അഴിമതി നടത്തിയെന്നും തനിക്ക് കിട്ടിയ രാജ്യാന്തര ഗിഫ്റ്റുകൾ, സമ്മാനങ്ങളൊക്കെ അദ്ദേഹം തൂക്കി വിറ്റു അടക്കമുള്ള ഒരുപാട് ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം പ്രക്ഷോഭം നടത്തുന്നതിനിടയിൽ വെടിയേറ്റിരുന്നു. എന്നാൽ ഇമ്രാൻഖാൻ ഒരു ശക്തനായ പത്താനാണ്, കീഴടങ്ങുന്ന ആളല്ല, ഫൈറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. എന്തായാലും ഇമ്രാൻഖാൻ ഒരു തിരിച്ചടിയായിരിക്കുന്നു. ഫെബ്രുവരി 28 നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇമ്രാൻഖാന് കഴിയില്ല എന്നുള്ള വാർത്ത വരുന്നു. ഒപ്പം തന്നെ ഒരു പ്രത്യേകതയുള്ളത്, നവാസ് ഷെരീഫ് പാകിസ്ഥാൻ്റെ മുൻ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം വിദേശത്തായിരുന്നു, അദ്ദേഹം തിരിച്ചെത്തുന്നു. അദ്ദേഹത്തിന് മത്സരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി കൊടുത്തിരിക്കുന്നു. അദ്ദേഹമാണെങ്കിൽ ഒരു തരത്തിലും അനുമതി കിട്ടാൻ സാധ്യതയില്ലാത്തതാണ്. അപ്പോൾ അത് നവാസ് ഷെരീഫ് മുൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെ സഹോദരനാണ്. 3 തവണ അവിടെ പ്രധാനമന്ത്രിയായിരുന്നു. അപ്പോൾ ഇമ്രാൻഖാനെ ഒഴിവാക്കി നവാസ് ഷെരീഫിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഗൂഢനീക്കത്തിൻ്റെ ഭാഗമാണെന്ന് ആരോപണം വന്നിട്ടുണ്ട്. എന്തായാലും പാകിസ്ഥാനിലെ സൈന്യവും ഭരണകൂടവും ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനമായിട്ട് അതിന് വ്യാഖ്യാനിക്കപ്പെടുന്നു. ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ആരോപണങ്ങളുണ്ട്. ഇമ്രാൻഖാൻ പറയുന്നത് അമേരിക്കയാണ്. ഇപ്പോഴത്തെ പുതിയ ഭരണകൂടത്തിന് അമേരിക്കയുടെ പിന്തുണയുണ്ട്. പക്ഷേ ഇമ്രാൻഖാൻ ചൈനയുടെ പക്ഷത്തായിരുന്നു. അതുകൊണ്ട് ഇമ്രാൻഖാനെ അമേരിക്ക പിന്തുണച്ചിരുന്നില്ല. ഉക്രൈൻ യുദ്ധം തുടങ്ങുന്ന ദിവസം ഇമ്രാൻഖാൻ പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹം റഷ്യയിൽ പോയി പുട്ടിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഇതാണ് അമേരിക്കയെ വല്ലാതെ പ്രകോപിപ്പിച്ചത്. ഇതേ തുടർന്ന് ഇമ്രാൻഖാനെ മാറ്റാനുള്ള നാടകീയമായ നീക്കത്തിന് നേതൃത്വം നൽകിയത് അമേരിക്കയാണെന്ന് ഇമ്രാൻഖാൻ ആരോപിച്ചിരുന്നു. എന്തായാലും ഇമ്രാൻഖാൻ്റെ കാര്യത്തിൽ താൽക്കാലികമായിട്ടെങ്കിലും കാര്യങ്ങൾ എതിരായിട്ട് മാറിയിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു പി ജെയിംസ്. ഇനി നമുക്ക് വൈകുന്നേരം കാണാം. നമുക്ക് ന്യൂ ഇയർ പൊളിക്കാനുള്ളതാ. തീർച്ചയായിട്ടും. അപ്പോൾ വിദേശ വാർത്തകൾ ഇനി നാളെ ഇതേ സമയം ഈ പരിപാടിയിൽ.